പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് കണ്ണുകടച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും നിറയുവാനും ഈ സാന്നിധ്യം കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കാനും ഗ്രഹിക്കാനും സ്വീകരിക്കാനും വചനത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകുന്ന, രോഗങ്ങൾ സുഖപ്പെടുന്ന, നമ്മുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളെല്ലാം മാറുന്ന നല്ല ബോധ്യങ്ങൾ ലഭിക്കുന്ന നിമിഷങ്ങളാക്കി വചന ശുശ്രൂഷ നിമിഷങ്ങളെ കർത്താവ് മാറ്റുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 16 തിരുവചനത്തിൽ ദൈവം മനുഷ്യർക്ക് നൽകുന്ന 5 പ്രധാനപ്പെട്ട ഉറപ്പുകളെക്കുറിച്ചാണ് അവിടെ കർത്താവിൻ്റെ വചനം പറഞ്ഞിരുന്നത്. 5 ഉറപ്പുകൾ. ഒന്നാമത്തത്, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. 2, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. 3, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. 4, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. 5, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലെ ഒന്നാമത്തെ ഉറപ്പിതാണ്. കർത്താവ് പറയുക, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. എങ്ങനെയാണ് ദൈവത്തിന് ഒരു വ്യക്തിയെ നഷ്ടപ്പെടുന്നത്? മനുഷ്യൻ എപ്പോൾ 3 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അന്വേഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ, 1, ദൈവം തരാത്ത ഒരു സുഖം, ഒരു സന്തോഷം, ഒരു പ്രവൃത്തി, ഒരു പെരുമാറ്റം. അപ്പം എന്താ ഇതിലൂടെ പറഞ്ഞിരുന്നത്? മനുഷ്യൻ ഏതെല്ലാം സുഖങ്ങൾ, സന്തോഷങ്ങൾ, താല്പര്യങ്ങൾ, വഴികൾ തിരഞ്ഞെടുക്കണം, സ്വീകരിക്കണം എന്ന് ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് മനുഷ്യന് അനുവദിക്കുന്നതായ സുഖത്തെ, സന്തോഷത്തെ മനുഷ്യൻ സ്വീകരിച്ചാൽ അതിലെല്ലാം ദൈവം ആനന്ദിക്കും, അതിലെല്ലാം ദൈവം സന്തോഷിക്കും. ആ പ്രവൃത്തികളിലെല്ലാം മനുഷ്യൻ്റെ കൂടെ ദൈവം ഉണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യ വ്യക്തി ദൈവം തരാത്ത ഏതെങ്കിലും സന്തോഷത്തിൻ്റെ പിന്നാലെ പോയാൽ, ദൈവം തരാത്ത ഏതെങ്കിലും സുഖത്തിൻ്റെ പിന്നാലെ പോയാൽ, ദൈവം തരാത്തതായ താൽക്കാലികമായ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്താൽ, നോക്കൂ, എല്ലാ പാപത്തിൻ്റെ പിന്നിലും ഒരു പാപസുഖമുണ്ട്. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ ദൈവം അനുവദിക്കാത്തതായ, ദൈവം തരാത്തതായ ഒരു സുഖത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ സുഖം സ്വീകരിക്കുന്ന മനുഷ്യനെ ദൈവത്തിന് നഷ്ടപ്പെടുകയാണ്. അപ്പം എങ്ങനെയാണ് ദൈവത്തിനൊരു വ്യക്തിയെ നഷ്ടപ്പെടുന്നത്? 1, ദൈവം തരാത്ത ഒരു സുഖം, ഒരു സന്തോഷം. 2, ദൈവം അനുവദിക്കാത്തതായ ഒരു പ്രവൃത്തി, ദൈവം അനുവദിക്കാത്തതായ ഒരു ആനന്ദം, ദൈവം അനുവദിക്കാത്തതായ ചില പ്രവണതകൾ. അപ്പോൾ ദൈവം അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതാ. അപ്പോൾ ദൈവം അത് അനുവദിക്കുന്നില്ല. അപ്പോൾ ദൈവം അനുവദിക്കാത്തതായ ഒരു കാര്യത്തിൽ നീ അതിൻ്റെ സുഖവും സന്തോഷവും അനുഭവിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പം ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്, ഏതൊരു സുഖം, ഏതൊരു സന്തോഷം, ഏതൊരു വഴിയിലൂടെ പോകുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തിന് ഇഷ്ടമാണോ എന്നറിയണം. അതിൻ്റെ പിന്നിൽ ദൈവം അനുവദിക്കുന്നുണ്ടോ? ദൈവം ആ കാര്യങ്ങളിലൂടെ പോകാൻ, ആ കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ അതിലൂടെ നിനക്ക് എന്ത് നേട്ടമുണ്ടെന്ന് പറഞ്ഞാലും, അതിലൂടെ നിനക്ക് എന്ത് മെച്ചമുണ്ടെന്ന് താൽക്കാലികമായിട്ട് നിനക്ക് തോന്നിയാലും, അതിൽ നീ ഏത് സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും എന്ന് ചിന്തിച്ചാലും അവിടെ ഒന്നും ആ സന്തോഷത്തെയും സുഖത്തെയും
ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ദൈവം അനുവദിക്കാത്തതായ ഏത് സുഖസന്തോഷങ്ങളാണേലും അതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ താൽക്കാലികമാണ്. മാത്രമല്ല, അതിലൂടെ പിന്നീട് മനുഷ്യന് നഷ്ടവും പരാജയവും ഉണ്ടാവും. ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എല്ലാവിധത്തിലുള്ള ബിസിനസ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് മുതലും മുടക്കി. അതിനുശേഷമാണ് അയാൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ധ്യാനിക്കാനായിട്ട് വരുന്ന അയാൾ ധ്യാന ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട് വന്നു. അപ്പം അയാളുടെ ആഗ്രഹം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ച് നല്ലൊരു ബിസിനസ്സായി അത് മാറണം എന്ന് ആഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം അയാൾ എൻ്റെ അടുത്തുനിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വലിയൊരു മലയാണ് കാണുന്നത്. ഈ മല കൊണ്ട് മറ്റ് അതിൻ്റെ പുറകിലുള്ളതൊന്നും കാണുന്നില്ല. പക്ഷേ ഈ മല അത് ഉണങ്ങി പച്ചപ്പായിട്ടുള്ളതൊന്നും അതിനകത്ത് കാണുന്നില്ല. അപ്പം ഞാൻ 1-2 പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചു. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് അദ്ദേഹം ആ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഒത്തിരിയേറെ സാധ്യതകളും ഗുണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം ആ ബിസിനസ് ആരംഭിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ആ മലയുടെ മുകളിൽ ഒന്നുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വലിയൊരു കാറ്റടിച്ച് ഉണ്ടായിരുന്നതായിട്ടുള്ള മരങ്ങളൊക്കെ പിഴുത്, ഉണക്കമരമാണ് ഉണ്ടായിരുന്നത്, അത് തന്നെ പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിച്ച കാര്യങ്ങൾ പോലെ തന്നെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിച്ച്. അപ്പോൾ അതിലൂടെ ലഭിക്കുന്നതായ വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തൽ ഇയാൾ ആരംഭിക്കാൻ പോകുന്ന ബിസിനസ് ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ മാനുഷിക രീതിയിൽ ഞാനിതെങ്ങനെ അദ്ദേഹത്തോട് പറയും? പക്ഷേ അദ്ദേഹം അതിനു വേണ്ടി 5 ലക്ഷം രൂപ മുടക്കിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 5 ലക്ഷം രൂപ എന്നുള്ളത് ഒരു മുതൽ തന്നെയാണ്, ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേ ദൈവം ഇതിനകത്തൊരു കാര്യം ആഗ്രഹിക്കുന്നു. ഈ നഷ്ടത്തേക്കാൾ വലിയ ലാഭം തരുന്ന ബിസിനസ് ആരംഭിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ടുള്ള കൃപ, അതിനുള്ള വഴി കർത്താവ് സഹോദരന് തുറന്നിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ആ ബിസിനസ് അല്ല. അതാണെങ്കിൽ അതിനകത്ത് കാര്യമായിട്ടുള്ള പുരോഗമനോ വളർച്ച കാണുന്നില്ല. ഞാനിങ്ങനെ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ, ആ സഹോദരൻ വലിയൊരു ആശ്വാസമായി. അതായത് അദ്ദേഹം പറയുക, ഞാൻ ഈ ധ്യാനത്തിൻ്റെ 3 ദിവസവും ഈ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയ പ്രേരണ, നീ അഡ്വാൻസായിട്ട് മുടക്കിയ 5 ലക്ഷം ഒരു നഷ്ടമായിട്ട് കാണണ്ട, അതിനുവേണ്ടി നീ ഇത് ആരംഭിക്കണ്ട. അതാരംഭിച്ചാൽ നിനക്ക് കൂടുതൽ നഷ്ടമുണ്ടാകും, ഉയർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അച്ഛാ, എനിക്കിപ്പം ആശ്വാസമായി. കാരണം ഞാൻ നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കാൻ വന്നതും ഈ ധ്യാന ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയതായ പ്രേരണ അത് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും വന്നത്. സ്നേഹമുള്ളവരെ, ആ സഹോദരൻ ആരംഭിക്കാനായിട്ട് ആലോചിച്ച അഡ്വാൻസ് മുടക്കിയ ആ പണം വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എന്നെ കാണുന്നതിന് വേണ്ടി ആലോചിക്കാനൊക്കെ വന്നു. അപ്പോൾ പറഞ്ഞു, അത് ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. എൻ്റെ 5 ലക്ഷം രൂപ ഞാൻ അതിനു വേണ്ടി മുടക്കിയെങ്കിലും എനിക്ക് 2 ലക്ഷം രൂപ വേറെ വഴിയായിട്ട് തിരിച്ചു കിട്ടി. അപ്പോൾ കാര്യമായിട്ടാണ് നഷ്ടം ഉണ്ടായിട്ടില്ല. അച്ഛാ, ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പുതിയ ബിസിനസ് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒത്തിരി സാധ്യതകളുള്ളതാണ്. അത് ആരംഭിക്കണോ വേണ്ടോ എന്നൊന്ന് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, ഞാൻ അതിനുവേണ്ടി
ഈ സഹോദരൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അങ്ങനെ ആ വെള്ളച്ചാട്ടം അതിങ്ങനെ വെള്ളമൊഴുകി സമീപ സ്ഥലങ്ങളെ മുഴുവൻ നല്ല പച്ചപ്പുള്ളതാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ദൂരങ്ങളിൽ നിന്ന് കുടമൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ ആയിട്ട് ഈ അരുവിയുടെ അടുത്തേക്ക് വന്ന് ആൾക്കാർ അത് നിറച്ചും ആ കൊണ്ടുവരുന്ന പാത്രവും കുടം നിറച്ച് വെള്ളം കോരി സന്തോഷത്തോടെ പോകുന്ന കാഴ്ചകൾ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ലൊരു സൈനാണ് കർത്താവ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഒരുക്കി വച്ചിരിക്കുന്ന ആ ബിസിനസ് അത് ആരംഭിച്ചു. ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് അത് ആരംഭിച്ചത്, ബിസിനസ് ആരംഭിച്ചത്. അച്ഛാ, തുടക്കത്തിൽ തന്നെ നല്ല ഒരു പ്രോത്സാഹനം ലഭിക്കുന്ന വിധത്തിലുള്ള നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനുഷികമായിട്ട് ചില ബുദ്ധിയിലും തോന്നലിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആരംഭിച്ചല്ലോ, അതിനുവേണ്ടി പണം മുടക്കിയല്ലോ എന്നെല്ലാം തോന്നും. പക്ഷേ ഏത് തോന്നലിൻ്റെ പിന്നിലും നമ്മൾ ആ അവസ്ഥയെ കർത്താവിന് കൊടുത്ത് അത് കർത്താവ് അനുവദിക്കുന്നതാണോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിലൂടെയുള്ള ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞത്, എങ്ങനെയാണ് ഒരു മനുഷ്യവ്യക്തിയെ കർത്താവിന് നഷ്ടപ്പെടുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. അപ്പം നീ ഏത് കർത്താവ് തരാത്ത സുഖം, കർത്താവ് അനുവദിക്കാത്ത സന്തോഷം, 3 കർത്താവ് ആശീർവദിക്കാത്ത കാര്യങ്ങൾ. ചില ബന്ധങ്ങളെ ഒന്നും കർത്താവ് ആശീർവദിക്കുന്നില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നും. നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ചില മാനുഷിക ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ചിലപ്പോൾ വിവാഹത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം. കർത്താവ് ആ ബന്ധത്തെ ഒരു കുടുംബ ജീവിതത്തിൻ്റെ കാര്യത്തിൽ, വിവാഹം എന്ന ജീവിതത്തിലേക്ക് ആ ബന്ധത്തെ ആശീർവദിക്കുന്നുണ്ടോ? പലപ്പോഴും ഇന്ന് പലവിധ താൽക്കാലിക സുഖ സന്തോഷങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ പോകുമ്പോഴാണ് അതെല്ലാം ശരിയാണ് എന്ന് തോന്നുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും കാണുന്ന പല വിവാഹാലോചന ബന്ധങ്ങളും ദൈവം ആശീർവദിക്കാത്തത് കൊണ്ട്, ദൈവം ആശീർവദിക്കാത്ത ഏത് ബന്ധങ്ങൾ ആരംഭിച്ചാലും അത് ദൈവത്തിൻ്റെ ആശീർവാദമില്ലാത്തത് കൊണ്ട് തന്നെ അത് വിജയപ്രദമായി തീരുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും, ഏത് സുഖങ്ങളിലും, ഏത് സന്തോഷങ്ങളിലും, ഏത് ബന്ധങ്ങളിലും 3 കാര്യം ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മനുഷ്യനെ ദൈവത്തിൽ നഷ്ടപ്പെടാൻ, മനുഷ്യൻ ദൈവത്തിൽ അകലാൻ കാരണമായി തീരും. അതാണ് ദൈവം തരുന്ന, ദൈവം അനുവദിക്കുന്ന, ദൈവം ആശീർവദിക്കുന്ന സുഖങ്ങൾ, സന്തോഷങ്ങൾ, ബന്ധങ്ങൾ. ഇതാണ് കർത്താവ് തരുന്ന 1ാമത്തെ ഉറപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കർത്താവിൻ്റെ വചനം പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലും ഏതെല്ലാം കാര്യങ്ങളിലുമാണോ കർത്താവ് തരാത്തതും അനുവദിക്കാത്തതും ആശീർവദിക്കാത്തതുമായ പ്രവൃത്തികൾ, സുഖങ്ങൾ, ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അതിന് പിന്നാലെ പോയത്, അതിൽ നിന്നും നീ വിട്ടാലേ അവിടെ ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവ് തരുന്ന 2ാമത്തെ ഉറപ്പാണ്, വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പം എന്താണ്, ആരാണ് വഴി? അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, വഴിയും സത്യവും ജീവൻ ഞാനാണ്. വഴി ഞാനാണ്. അപ്പം വഴിയാകുന്ന യേശുവിനെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് യേശുവാകുന്ന വഴിയിലൂടെ പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ജീവിതത്തിൽ സത്യവും നന്മയും പുണ്യവും സ്നേഹവും എല്ലാം പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഈ വഴി
യേശുവാകുന്ന വഴി, ആ വഴിയിൽ നിന്ന് തെറ്റാൻ പാടില്ല. ഈശോ 2 മുന്നറിയിപ്പുകൾ നൽകി. ആ 2 മുന്നറിയിപ്പിൽ ഒന്നാമത്തെ മുന്നറിയിപ്പാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. 2 പേരെ വഴി തെറ്റിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, വഴി അറിയാത്തവരെ. അപ്പം വഴി അറിയാത്തവരെന്തറിയണം? വഴി അറിയണം. ആരാണ് വഴി? ഈശോയാണ് വഴി. അപ്പോൾ ഈശോ പറഞ്ഞു, വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. വഴി അറിയാത്തവനെ വഴി തെറ്റിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തത്, വഴി ഏതാണ് എന്ന് സംശയിക്കുന്നവൻ. അതാണോ ഇതാണോ? ഇങ്ങനെ സംശയിക്കുന്നവൻ. ഈ സംശയിക്കുന്നവരെ വഴി തെറ്റിക്കാൻ പറ്റുള്ളൂ. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. സ്നേഹമുള്ളവർ, ശരിയാണ് എന്ന് കരുതി പല തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഓർക്കുക, ചിലപ്പോൾ അവിടെ യേശുവിനെക്കുറിച്ചായിരിക്കും പറയുന്നത്, വചനത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടാകാം. എന്നാൽ അത് സത്യവിശ്വാസത്തോടും സത്യസഭയോടും ചേർന്നതാണോ? അവരെ പുരോഹിതരെയും അതുപോലെ തന്നെ മറ്റ് സഭാശ്രേഷ്ഠരെയും ബഹുമാനിക്കുന്നുണ്ടോ? അതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ വണങ്ങുന്നുണ്ടോ? വിശുദ്ധരെ ആദരിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ സത്യവും നീതിയുമുണ്ടോ? ഇതെല്ലാം പരിശോധിക്കണം. അപ്പോൾ പരിശോധിച്ചില്ലെങ്കിൽ നിന്നെ അവർ വഴി തെറ്റിക്കും. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങൾ. അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ എപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ വഴി തെറ്റിക്കാൻ ആവശ്യമായ രീതിയിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും നിർബന്ധങ്ങളും ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനമാണ് പ്രഘോഷിക്കുന്നത്, എന്നാൽ അവിടെ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റ് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. എന്താണെന്ന് നീ തിരിച്ചറിയണം. അതായത് ഒരു കാലത്ത് സത്യസഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് വരം കൊടുത്തു. ഏതാ പരിശുദ്ധാത്മാവ് കൊടുത്ത വരം? അവിടെ രോഗശാന്തി വരമുണ്ടാകാം, അത്ഭുത പ്രവർത്തിക്കാനുള്ള വരമുണ്ടാകാം. അന്ന് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നൽകി ആ വ്യക്തിയെ അനുഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് ഒരിക്കലും അതിനെ പിൻവലിക്കില്ല. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം ആ വ്യക്തിയെ നുണയുടെ വഴിയിലൂടെ സാത്താൻ തട്ടിയെടുത്തിട്ട് ഇപ്പോൾ സാത്താനും അതുപോലെ തന്നെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ മാലാഖമാരാണ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നും ചെയ്തെന്നും വരാം. പക്ഷെ ആ വരുന്നതൊന്നും ദൈവത്തിൽ നിന്നാകണമെന്നില്ല. അതുകൊണ്ട് സത്യദൈവത്തിനുള്ള പ്രബോധനമാണോ എന്ന് നീ തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, വഴി തെറ്റിയവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പം എന്താ? നീ ആ തെറ്റിപ്പോയി എന്നൊരു തിരിച്ചറിവ്, ഈ തെറ്റിപ്പോയി എന്ന തിരിച്ചറിവാണ് നിനക്ക് തിരിച്ചു വരാനായിട്ട് നിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനം തരുന്ന മൂന്നാമത്തെ ഉറപ്പാണ്, മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും. മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മുറിവേൽക്കുക? ഒരു മനുഷ്യ വ്യക്തിയിൽ 5 മേഖലകളുണ്ട്. ആത്മാവിൻ്റെ മേഖല, മനസ്സിൻ്റെ മേഖല, ശരീരത്തിൻ്റെ മേഖല, സ്വഭാവത്തിൻ്റെ മേഖല, ജീവിതത്തിൻ്റെ മേഖല. ഈ 5 മേഖലകളിലും മനുഷ്യന് മുറിവേൽക്കും. ഒന്നാമത്തെ മേഖല ആത്മാവിൻ്റെ മേഖല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാപം ചെയ്താൽ മനുഷ്യൻ ചെയ്യുന്ന ഓരോ തെറ്റും പാപങ്ങളും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മേഖലയിൽ അവനെ മുറിവേൽപ്പിക്കുകയാണ്.
അപ്പം പാപം മനുഷ്യൻ്റെ ആത്മാവിൽ മുറിവേൽപ്പിക്കും. ഇനി മനുഷ്യൻ്റെ കുറ്റപ്പെടുത്ത, കളിയാക്കുന്ന, വേദനിപ്പിക്കുന്ന വാക്കുകൾ മനുഷ്യൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കും. 3, ശാരീരികമായ രോഗങ്ങളും വേദനകളും ശരീരത്തിൽ മുറിവേൽപ്പിക്കും. 4, സ്വഭാവത്തിലെ വ്യത്യസ്തമായ വൈകല്യങ്ങൾ സ്വഭാവത്തിൻ്റെ മേഖലകളിൽ മുറിവേൽപ്പിക്കും. 5, മനുഷ്യൻ്റെ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങൾ അവനെ മുറിവേൽപ്പിക്കും. കർത്താവ് പറഞ്ഞു, മുറിവേൽപ്പിച്ചതിന് ഞാൻ വച്ച് കെട്ടും. വചനം മനുഷ്യൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സ്വഭാവത്തിലുമുള്ള എല്ലാ മുറിവുകളെയും ഏറ്റെടുത്ത് സൗഖ്യം നൽകുന്നവൻ കർത്താവാണ്. ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം കർത്താവ് സൗഖ്യം നൽകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 4ാമത്തെ ഉറപ്പാണ് ബലഹീനമായതിനെ ശക്തിപ്പെടുത്തും. മനുഷ്യൻ്റെ ബലഹീനതയിൽ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നവനാണ് കർത്താവ്. അപ്പോൾ 1, പാപത്തിൻ്റെ മേഖലയിൽ മനുഷ്യൻ ബലഹീനമാകുന്നു. 2, രോഗത്തിൻ്റെ, ശാരീരികമായ രോഗത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ ബലഹീനനാകുന്നു. സമ്പത്തിൻ്റെ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ബലഹീനനാകുന്നു. അപ്പോൾ എന്താ, ചില ബലഹീനത ചില വ്യക്തികളെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ ആ തെറ്റിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ ബലഹീനതയിൽ നിന്ന് കർത്താവ് അവനെ വീണ്ടെടുത്ത് രക്ഷിക്കും. സ്നേഹമുള്ളവർ, അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൊക്കെ കാണുന്നത്. അവിടെ സമരിയാക്കാരി സ്ത്രീയെയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും എല്ലാം ഈശോ അവളിലെ പാപത്തിൻ്റെ ബലഹീനതകളെ ഏറ്റെടുത്ത്, നമുക്കറിയാം, അവരെ സാക്ഷികളാക്കി കർത്താവ് മാറ്റി. അപ്പം പലവിധ പാപബലഹീനതയിൽ, രോഗപീഠകളിൽ അവിടെ കർത്താവ് അതിനെ ഏറ്റെടുത്ത് ശക്തിയാക്കി, സൗഖ്യമാക്കി, സാക്ഷിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. 5ാമത്തെ ഉറപ്പാണ് കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും അവിടുന്ന് സംരക്ഷിക്കും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും അവിടുന്ന് സംരക്ഷിക്കും. അപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ഭൗതിക ജീവിതം കൂടുതൽ ശക്തിയുള്ളതായി, കൊഴുപ്പുള്ളതായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മാറണമെങ്കിൽ 3 കാര്യങ്ങൾ. 1ാമത്തെ കാര്യം, നീ എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അതാണ് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏത് വ്യക്തിക്കും എല്ലാ മേഖലയിലും നല്ല ശക്തി കിട്ടും. 2, നിനക്ക് കൂടുതൽ ശക്തി കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളും പദ്ധതികളും സ്വീകരിക്കാൻ തയ്യാറാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളിലും ദൈവത്തിന് ആ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി അത് പോസിറ്റീവാണ്. അത് നന്മയിലേക്കും ആനന്ദത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയെ സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യൻ കൂടുതൽ കൂടുതൽ ശക്തിയുള്ളതും കൂടുതൽ ഉന്നതനുമായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. 3ാമത്തെ കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. കൂടുതൽ ശക്തിയുള്ളതായി മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുന്ന വ്യക്തികൾ താമസിക്കുന്ന ദൈവരാജ്യത്തിലാണ്. അപ്പോൾ ഞാൻ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ, ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എനിക്ക് ദൈവത്തിന് ശക്തി കിട്ടും. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനത, കുറവുകളിലെല്ലാം ശക്തിയായി നിറഞ്ഞ് നമ്മളെ ആനന്ദത്തോടെ, സന്തോഷത്തോടെ നയിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനമാണ് നമ്മൾ ധ്യാനിച്ചത്. 5 ഉറപ്പുകൾ കർത്താവ് തരുന്നു. ഈ 5 ഉറപ്പും നമ്മളെ പുതിയൊരു അനുഭവത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കർത്താവ് തരുന്നതാണോ? ഓർക്കുക, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയത് ഞാൻ തിരിച്ചു കൊണ്ടുവരും, മുറിവേറ്റതിന് ഞാൻ വെച്ച് കെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നമുക്കെല്ലാം ഇന്നലകളിൽ ഇവിടെയെല്ലാം
കുറവുകൾ, പോരായ്മകൾ, ബലഹീനത, വീഴ്ച വന്നോ, കർത്താവ് അതിലേക്ക് നോക്കാതെ നിന്നെ ആ അവസ്ഥയിൽ നിന്നെടുത്ത് ചേർത്ത് പിടിച്ച് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം തിരുവചനം. അരക്കച്ച അരയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നീയും കർത്താവിനോട് ചേർന്ന് നിന്നാൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ അനുഗ്രഹ സമൃദ്ധിയാൽ നീ നിറയും. ഈ അനുഗ്രഹ സമൃദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവെ, എന്നെ ചേർത്ത് പിടിക്കണമേ. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കർത്താവ് നൽകിയ വചന സന്ദേശം നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും ജീവിതത്തിനെല്ലാം പുതിയൊരു ബോധ്യവും പുതിയൊരു ചൈതന്യവും പുതിയൊരു ശക്തിയും ഉണ്ടാകുവാൻ ആഗ്രഹിക്കാം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. പ്രൈസ് ദി ലോർഡ്.